ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ റീയൂസിങ് ഓൾഡ് ക്ലോത്ത് ആണ്. അപ്പോൾ നമ്മളിത് ഒരു ഓൾഡ് ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കിന്നൊരു കിഡ്സ് ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിവിടെ 4 വയസ്സായ കുട്ടിക്കുള്ള ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ 4ആയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കണേ. ഫസ്റ്റ് ലെങ്തിൻ്റെ പോർഷൻ ഫോൾഡ് ആക്കിയിട്ട് പിന്നെയാണ് വിഡ്ത്തിൻ്റെ പോർഷൻ ഫോൾഡ് ആക്കുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയിട്ടിട്ട് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫുൾ ലെങ്ത് എടുക്കുകയാണ്. ഫുൾ ലെങ്ത് എനിക്കിവിടെ 28 ഇഞ്ചസ് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ അത്രയും ലെങ്ത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 5 ഇഞ്ചസാണ് 4 വയസ്സായ കുട്ടിക്ക് വരുന്നത്. അപ്പോൾ 5 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. സെയിം തന്നെ ആം ഹോളും 5 ഇഞ്ചസാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒരു ബോക്സായിട്ട് സ്ക്വയർ ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് ഇതുപോലെ ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്യാം. ഇനി വേണ്ടത് ചെസ്റ്റാണ്. ചെസ്റ്റ് നമുക്ക് 8 ഇഞ്ചസാണ്. 7 + 1 8 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് 8 ഇഞ്ചസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 8 ഇഞ്ചസ് നമ്മളവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ താഴ്ത്തിയിട്ട് വേസ്റ്റ് 7.5 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴത്തെ പോർഷനിൽ എത്ര വിഡ്ത്ത് കിട്ടുമോ അതുവരെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കർവ് ലൈനും കൂടി വരച്ചു കൊടുക്കാം. ഇനി ഈ ലൈൻസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ ഇതുപോലെ കുഴിച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്ക് വിഡ്ത്ത് കഴുത്തകലം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിന് 3 ഇഞ്ചസ്, ബാക്ക് നെക്കിന് 2 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ബാക്ക് നെക്ക് നമ്മൾ 2 ഇഞ്ചസ് മാർക്ക് ചെയ്തില്ലേ, അത് ഒരുമിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഷോൾഡർ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോർഷൻ മാത്രം ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നെക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് പോർഷനിൽ ഒരു 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കിൽ നമുക്ക് ഹൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഓപ്പണിംഗ് കൊടുത്തത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു വേസ്റ്റ് പീസ് എടുത്തിട്ട് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ആം ഹോളിലും നെക്കും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. 1 ഇഞ്ച് വിഡ്ത്തിലും പിന്നെ ലെങ്ത് നമുക്ക് ആവശ്യാനുസരണം ലെങ്ത് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ക്രോസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് രണ്ടിൻ്റെയും ഷോൾഡർ നല്ല വശം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം ഷോൾഡർ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ബാക്കിൽ ഹൂക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു കട്ടിങ് ഇട്ടില്ലേ, അതുപോലെ നമുക്കൊരു ചെറിയൊരു പീസ് എടുക്കാം. ആ ഒരു പീസിലും അത് എത്ര ലെങ്താണോ നമ്മൾ കട്ടിങ് ഇട്ടാൽ സെയിം ലെങ്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കട്ടിങ്ങിൽ വെച്ചതിന് ശേഷം നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ വി പോലെ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. കട്ടിങ്സ് ഇട്ടിട്ട് മറിച്ചിട്ടിട്ട് നമുക്കൊരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഈ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന നൂലിൽ തട്ടാതെ വേണം ചെറുതായിട്ട് നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ചെറുതായിട്ട് കട്ടിങ്സ് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ. ആദ്യമായിട്ട് സ്റ്റിച്ചിങ് ക്ലാസ് കാണുന്നവരും പഠിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ, ബിഗിനേഴ്സ് ആണെങ്കിൽ 2-3 പ്രാവശ്യം വീഡിയോസ് കണ്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും. എന്നിട്ട് നോട്ടായിട്ട് എഴുതി പോകുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നോട്ട്സ് എഴുതി, അതായത് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കണം കാര്യങ്ങളെല്ലാം
എന്തൊക്കെ മെഷർമെൻ്റ് ഒരു ഫ്രോക്കിന് അല്ലെങ്കിൽ ഒരു ഗാർമെൻറ്റിന് വേണം എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് എടുത്തു പോയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഹൂക്കിൻ്റെ പോർഷൻ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ക്രോസ് പീസ് നമുക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്തെടുക്കണം. നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്പോസിറ്റ് വരുന്ന പീസസ് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കി ഇതുപോലെ എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് പോർഷനില്ലേ അവിടെ നിന്ന് സ്ട്രൈറ്റ് കട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് മുന്നിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കയറ്റി വെക്കുക. ദെൻ നമുക്ക് റൗണ്ടായിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ചെറിയൊരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തത്. ഒരുപാട് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടക്കി എടുക്കാനായിട്ട് പാടായിരിക്കും, ബൈൻഡിങ് ചെയ്യാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് നിർത്തുമ്പോഴും ഇതുപോലെ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ. അതുപോലെ നമുക്ക് ബാക്കി വരുന്ന പോർഷൻസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത പോർഷനിലൂടെ ത്രെഡ് കട്ട് ചെയ്യാതെ ചെറുതായിട്ട് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ത്രെഡ് കട്ടാവാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ 1/2 ഇഞ്ച് മുന്നിലേക്ക് വിട്ടില്ലേ, ആ ഒരു പോർഷൻ പതുക്കെ ഇതിനകത്തോട്ട് ഒന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു ഫോൾഡ് പിന്നെ സെക്കൻഡ് ഫോൾഡ് 2 ഫോൾഡ് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഈ ഒരു പീസ് നെക്ക് ഫിനിഷ് ചെയ്തത് കാണാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് ബൈൻഡിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത അലവൻസ് ഇല്ലേ, ആ അലവൻസ് എല്ലാം ഉള്ളിലാക്കിയിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് ഈ എൻഡിങ്ങിൻ്റെ പോർഷനിൽ എത്തുമ്പോഴും ഇതുപോലെ നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലേ, അതും ഇതുപോലെ ഉള്ളിലാക്കി മടക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഫോൾഡാക്കി വന്നാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്യാം. നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കാം. ആം ഹോൾ ഫിനിഷ് ചെയ്യുന്നത് ഫേസിങ്, ഈ ക്രോസ് പീസ് യൂസ് ചെയ്ത് നമുക്ക് ബൈൻഡിങ്ങും ചെയ്യാൻ പറ്റും, ഫേസിങ്ങും ചെയ്യാൻ പറ്റും. നമ്മൾ നെക്കിൽ ചെയ്തത് ബൈൻഡിങ് ആണ്. ഇനി നമ്മൾ ആം ഹോളിൽ ചെയ്യാൻ പോകുന്നത് ഫേസിങ് ആണ്. അതായത് ഈ ഒരു പീസിലെ നമ്മളിപ്പോൾ ക്രോസ് പീസിലെ ഈ ഒരു പീസ് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ കുറച്ച് പീസ് മുന്നിലോട്ട് ആക്കിയൊന്നും വേണ്ട. നമുക്ക് നോർമലി ഇതിൽ ഒരുമിച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് ഗ്യാപ്പിൽ പതുക്കെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നെക്കിൽ ചെയ്യുന്ന അതേ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ടിങ്സ് ഇടുക, ദെൻ മറിച്ചിടുക, പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുക. ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫേസിങ്ങിലും ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു മെറ്റീരിയൽ പുറത്തേക്ക് വരും. അതാണ് ഞാൻ 2 കളറിൽ കാണിച്ചത് കേട്ടോ. രണ്ട് ആം ഹോൾ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടിൽ നമുക്ക് ഹൂക്ക് അറ്റാച്ച് ചെയ്യാം. ഹൂക്കും ഐയും അറ്റാച്ച് ചെയ്യാം. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാനിടാം. ഇനി നമുക്ക് സൈഡ് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1 ഇഞ്ചസ് ഗ്യാപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് നമുക്ക് പിടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് വേസ്റ്റിൻ്റെ പോർഷനിൽ വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചെസ്റ്റിൻ്റെ പോർഷനിലൊക്കെ നിങ്ങൾക്ക് ലേസ് വർക്കോ അല്ലെങ്കിൽ ഫ്ലവർ വർക്കോ ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ബിഗിനേഴ്സ് ഇത് മസ്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിലേക്ക് നിങ്ങൾക്ക് ഇത് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. 2 പോർഷനും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ബോട്ടം പോർഷൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മടക്കി സ്റ്റിച്ച് ചെയ്യാം.
അപ്പോൾ ഇതാണ് കിഡ്സ് എയർലൈൻ ഫ്രോക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.